2021 2016 നിന്നും 2021 എത്തിയപ്പോൾ കേരളം ഇടതുപക്ഷത്തോട് അടുത്തതിനേക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടി അടുത്തു എന്നുള്ളത് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ബേപ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കും. ബേപ്പൂര് LDFനെ സംബന്ധിച്ചിടത്തോളം 2021 വലിയ ഭൂരിപക്ഷം ലഭ്യമായ മണ്ഡലങ്ങളിലൊന്നാണ്. 2021 2016 നിന്നും 2021 എത്തിയപ്പോൾ കേരളം ഇടതുപക്ഷത്തോട് അടുത്തതിനേക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടി അടുത്തു എന്നുള്ളത് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ബേപ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കും. 2016 നിന്നും 2021 LDFന് 91-99 ആവുകയും വോട്ട് ഷെയറിൽ ഏറെക്കുറെ 2% അടുത്ത് വർധനവുണ്ടാവുകയും ചെയ്തപ്പോൾ ബേപ്പൂരിൽ അത് 5% വർധനമാണ്. 2016 നിന്ന് 2021 വോട്ടും വലിയ നിലയിലേക്ക് വർദ്ധിച്ചു. ഇത്തവണ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമെന്നുള്ള നിലയിൽ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. 2021 ലഭ്യമായ 82,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് 2026 LDFന് ബേപ്പൂരിലുണ്ടാകും. ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊപ്പം 5 വർഷം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് ഉണ്ടായത്. എല്ലാ നിലയിലും അവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബേപ്പൂരിലുണ്ടാകും. കോഴിക്കോട് ജില്ലയിലും 13 സീറ്റും LDF ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അത് പൊതുവെ വിവിധ മണ്ഡലങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. LDFന് നല്ല അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ നിലവിലുണ്ട്. 140 മണ്ഡലത്തിലും ഗ്ലാമർ പോരാട്ടമാണ്. 140 മണ്ഡലത്തിലും നല്ല മത്സരമാണ് നടക്കുക. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ CPIMും CPIയും ഒക്കെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അതിൽ സിറ്റിംഗ് MLAമാർ വലിയൊരെണ്ണമുണ്ട്. ഈ സിറ്റിംഗ് MLAമാരൊക്കെ മികച്ച MLAമാരായി പെർഫോം ചെയ്തവരാണ്. അവരെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം മണ്ഡലത്തിലില്ല. നമുക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു ഏപ്രിൽ 20 അപ്പുറത്തേക്കൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഏപ്രിൽ 9 വന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLAമാരും മുൻ MLA ഒക്കെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ ചെറിയ കുട്ടി മുതൽ മുതിർന്നവർ വരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലും പൊതുവേ അത് കാണാൻ വേണ്ടി സാധിക്കും. ഈ MLAമാർ സ്ഥാനാർത്ഥികളായി വരുന്നവർ, അതുപോലെ മികച്ച പെർഫോമൻസ് നടത്തിയ MLAമാരുടെ മണ്ഡലത്തിൽ അവരുടെ കൂടി പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി പുതിയ സ്ഥാനാർത്ഥികൾ വന്നതൊക്കെ തന്നെ LDFന് ഗുണകരമായിരിക്കും.